ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പവിത്രം സീരിയലിൻ്റെ 10ാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഞാൻ ഇന്ന് പറയുന്നത്. അങ്ങനെ വേദയും തരുണിൻ്റെ അമ്മയും കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തരുണിനെ അറിയിക്കണ ആ കാര്യത്തെക്കുറിച്ചൊക്കെ അങ്ങനെ സംസാരിക്കുന്നതോട് കൂടിയിട്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയും പോലീസുകാരൻ സാബുവിനെയാണ് കേട്ടോ. അവരിങ്ങനെ വിക്രത്തിൻ്റെ കാര്യങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സാബു അന്നേരം പറയുന്നുണ്ട്, ഇപ്പം അവൻ്റെ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തി, ഇനി വൈകാതെ അവൻ്റെ അച്ഛൻ്റെ ചിതയ്ക്കും അവൻ തീ കൊളുത്തും. അത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സാബു ചോദിക്കുന്നുണ്ട്, അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ, അവനെങ്ങനെ വിട്ടാൽ മതിയോ? അതിനൊക്കെ ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ, സാറ് ആരെയാ ഏൽപ്പിച്ചത്? അതിനൊക്കെ അവിടെ ആൾ ഉണ്ട്, ഞാൻ അവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരേതായാലും ആവശ്യത്തിന് കൊടുത്തോളും. എനിക്കൊരു കണക്ക് തീർക്കാനുണ്ട്. SI സാബുവിൻ്റെ കണക്കാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞേക്കണേ സാറേ. നേരിട്ട് എന്തായാലും അവനേറ്റൊരു അംഗത്തിന് ഇനി ഞാനില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ചോദിക്കും, എന്താടോ നേരിട്ട് അവനെ മുട്ടാൻ തനിക്ക് പേടിയാണോ? എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും ഗുണമുള്ളൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. എൻ്റെ പെങ്ങളുണ്ടല്ലോ വേദ, അവളൊരു കുഞ്ഞിന് ജന്മം നൽകി. പക്ഷെ ആ കുഞ്ഞ് മരിച്ചുപോയി, ജീവനോടെ ഇല്ല. എന്തായാലും അവൻ്റെ കുഞ്ഞില്ല എന്നുള്ളൊരു വാർത്ത കേട്ട് തന്നെ സന്തോഷം. അത് കേൾക്കുമ്പോൾ സാബു പറയുന്നുണ്ട്, അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നിങ്ങളെ പെങ്ങൾ അതിബുദ്ധിമതിയാണ്. ഇങ്ങനെ ഒരു കാര്യം അവൾ കളവ് പറഞ്ഞതാണെങ്കിലോ, നിങ്ങൾ അവളുടെ പിന്നാലെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു കളവ് പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഭയക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റൽ തന്നെയാണ്. വേദ ഇങ്ങനെ കുഞ്ഞിനെ ഉറക്കി പാലൊക്കെ കൊടുത്ത് ഉറക്കി കിടത്തുമ്പോൾ അവിടേക്ക് തരുണിൻ്റെ അമ്മ വീണ്ടും വരുന്നുണ്ട്. ആ അമ്മ ഇങ്ങനെ വീണ്ടും തരുണിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത്. എനിക്ക് ഭയമാവുന്നു മോളെ, അവന് ഇനി എന്താ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ അവൻ നിനക്ക് കുഞ്ഞിനെ വിട്ടു തരുമോ ഒന്നും എനിക്കറിയില്ല. നാളെ നീ ഡിസ്ചാർജായി കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പം എന്ത് ചെയ്യും? അതിൻ്റെ മുന്നേ അവനോട് സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാലോ, അതല്ലേ നല്ലത്? അത് വേണ്ട അമ്മേ, ഈ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വെച്ചാവുമ്പോൾ അത് കുഞ്ഞിന് ദോഷം ചെയ്യും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അമ്മേ? എന്തായാലും കുഞ്ഞിന് കുറച്ച് ദിവസം ഫീഡ് ചെയ്യുമല്ലോ, അപ്പം ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കട്ടെ? ആ പേരും പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസം തങ്ങാം. എന്നെ ഒരു ജോലിക്കാരിയായിട്ട് മാത്രം കണ്ടാൽ മതി. വീട്ടിൽ വെച്ചാകുമ്പോൾ തരുൺ സാറിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യാനും എളുപ്പമല്ലേ? ഹോസ്പിറ്റലിനേക്കാൾ എളുപ്പം വീടല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നൊരു ജോലിക്കാരിയായിട്ട് മാത്രം കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് വേദയുടെ 2 കവിളിലും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അമ്മ പറയും, മോളെ ഞാൻ അങ്ങോട്ട് പറയാനിരുന്നൊരു കാര്യമാണ്, ഞാൻ മോളോട് എങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ് മോളായിട്ട് ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞത്. ജോലിക്കാരിയായിട്ടല്ല മോളെ, എൻ്റെ സ്വന്തം മകളായിട്ടാണ് ഞാൻ നിന്നെ കണ്ടത്. അപ്പം മകളായിട്ട് തന്നെ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് വേദനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വേദ അമ്മയെന്ന് വിളിച്ചിട്ട് 2 പേരും ഇങ്ങനെ സന്തോഷം കൊണ്ട് ചേർത്ത് നിർത്തുകയാണ് രണ്ടാളും. ആ സമയത്താണ് അരുണ സിസ്റ്റർ അവിടേക്ക് വരുന്നത്. എന്നിട്ട് അരുണ സിസ്റ്റർ പറയും, 2 പേരും കെട്ടിപ്പിടിക്കലും കരയലൊക്കെ ആണല്ലോ, ദേ അമ്മേനെ ഡോക്ടർ വിളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, മോളെ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ്. ആ അമ്മ പോയി കഴിഞ്ഞതിന് ശേഷം വേദ ഇങ്ങനെ കുഞ്ഞിനോട് പറയാണ്, ദേ നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ പോവുകയാണ്. കുറച്ച് മുമ്പ് മോളെ കൊണ്ടേ പോയില്ലേ ഒരാൾ, അയാളുടെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ താമസിക്കാൻ പോകുന്നത്. അയാളോട് നിൻ്റെ അച്ഛനെ കണ്ടെത്തി തരാനുള്ള സഹായമൊക്കെ ചോദിക്കണം. എന്നിട്ട് നിൻ്റെ അച്ഛനെ കണ്ടെത്തിയതിന് ശേഷം നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചിട്ട് പറയണം, വിക്രമാദിത്യ ഇതാണ് കേട്ടോ വേതാളം ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ച നിൻ്റെ വിക്രക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് മോളെ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. അങ്ങനെ വേദ ഭയങ്കര സന്തോഷത്തിൽ കുഞ്ഞിനോട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ജയിലാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ജയിൽ പുള്ളികൾക്ക് ഭക്ഷണം വിളമ്പുന്നുണ്ട്. ആ സമയത്ത് വിക്രവും ഭക്ഷണം വാങ്ങിക്കുന്നുണ്ട്. കൂടെ വിക്രമിനെ അന്ന് ഉപദ്രവിച്ച ആ ഗുണ്ടകളെല്ലാവരും ഉണ്ട്. അങ്ങനെ വിക്രം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉരുള ചോറ് മാറ്റി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ പുറത്ത് കൊണ്ടുപോയി ആ ചോറ്റുരുള അവിടെ കൊണ്ടുവയ്ക്കുകയാണ്. അവിടെ ഒരുപാട് കാക്കകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലാമ്മയ്ക്ക് ബലിയിടാനുള്ള യോഗമൊന്നും വിക്രമിന് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിൽ ധാനിച്ചിട്ടാണ് വിക്രം ആ ഒരു ഉരുള ചോറ് അവിടെ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വിക്രം വന്ന് ചോറ് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ശ്രീകാന്ത് ഏർപ്പാടാക്കിയ ഗുണ്ടകൾ ഇങ്ങനെ പറയാണ് കേട്ടോ, ആഹാ ഇപ്പം ജയിൽ ചോറൊക്കെ ഇപ്പം പൊലച്ചോറായി മാറിയോ? അന്നേരം ഒരുത്തൻ പറയാണ്, ജീവിച്ചിരുന്ന കാലത്ത് ഒരു പിടി ചോറ് കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ, പിന്നീട് ഇനി മരിച്ചുകിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാവും. ഇതെന്തായാലും പട്ടി നക്കിയ ചോറ് പോലെ ഉണ്ട്, പട്ടി നക്കിയ ചോറായാലും മതിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിനെ വല്ലാതെ അവരിങ്ങനെ കളിയാക്കുകയാണ്.
അത് കേൾക്കുമ്പോൾ വിക്രമിന് ആകെ ദേഷ്യം വരികയാണ്. എന്നിട്ട് വിക്രം ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രം കൊണ്ട് തന്നെ തൊട്ടടുത്തിരിക്കുന്നതിൻ്റെ തല തള്ളി പൊട്ടിക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള എല്ലാവരെയും അടിച്ചു നിരത്തുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ദേ വേണ്ട വേണ്ടാന്ന് ഞാൻ പലതവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. വിക്രമിന് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അന്നേരം ആൻഡ്രൂ സാറുടെ അടുത്ത് ഓടി വന്നിട്ട് പോലീസുകാരൻ ചെന്നിട്ട് പറയും, ദേ വിക്രം അവിടെ എല്ലാവരെയും അടിച്ചു നിരത്തുന്നുണ്ട്. അതിന് സാറേ അല്ല അവനെ പിടിച്ചു മാറ്റണ്ടേ? വേണ്ട, ഇന്നലെ അവനെ എല്ലാവരും കൂടി പഞ്ഞിക്കിട്ട സമയത്ത് താനൊക്കെ എവിടെയായിരുന്നു? താനൊക്കെ നോക്കി നിൽക്കില്ലായിരുന്നോ? ഇന്ന് അവനെ അത് തീർക്കട്ടെ, അവന് ഇഷ്ടം പോലെ തീർത്തിട്ട് വരട്ടെ. എല്ലാം കഴിയുമ്പോൾ സെല്ലിലേക്ക് കൊണ്ടുവന്നിട്ടാൽ മതി. എന്താ ധൃതി അവൻ്റെ എന്നും പറഞ്ഞിട്ട് സാർ അവിടുന്ന് പോവുകയാണേ. എന്നിട്ട് വിക്രം വീണ്ടും എല്ലാവരോടായിട്ട് പറയാണ്, വേണ്ട ഞാൻ എല്ലാവരോടായിട്ട് പറയാണ്, എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് എന്നും പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോവുകയാണ്. ആ പോകുന്ന പോക്കിൽ വിക്രം അവിടെ മാറ്റി വെച്ചിട്ടുള്ള ചോറ് ഒരു കാക്ക കൊത്തി തിന്നുന്നത് കാണുമ്പോൾ വിക്രത്തിന് ചെറിയൊരു ആശ്വാസം വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മാഷ് ഇങ്ങനെ റൂമിലേക്ക് വരുമ്പോൾ കമലാമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് മാഷ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. എന്നിട്ട് കമലാമ്മ മാഷെടുത്ത് ചോദിക്കുന്നുണ്ട്, മാഷെ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മാഷ് ആലോചിച്ചോ? എന്താ കമല നീ എപ്പോഴും ഇതേക്കുറിച്ച് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല മാഷെ ഞാൻ ഈ അടുത്ത് മരണത്തെക്കുറിച്ച് മാത്രമാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ സ്വപ്നം കാണുന്നവരൊക്കെ മരിച്ചു പോവുകയാണോ? അങ്ങനെ സ്വപ്നം കാണുന്നവർ മരിച്ചൂടാ എന്നൊന്നുമില്ലല്ലോ. നിനക്കതിന് മാത്രം പ്രായമായവർ മാത്രമാണോ മരിക്കുന്നത് മാഷെ ഞാനില്ലാതായി കഴിഞ്ഞാൽ മാഷ് ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കരുത്. എനിക്കറിയാം മാഷിന് ഒരാളുടെ കൂട്ടില്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്. മാഷി വിശ്വത്തിൻ്റെ കൂടെ നിൽക്കണം. ശ്രീജ നിങ്ങളെ സ്വന്തം അച്ഛനെ പോലെ നോക്കിക്കോളും. മാഷെ എനിക്ക് വാക്ക് താന്ന് പറഞ്ഞ് കമലാമ്മ ഇങ്ങനെ കൈനീട്ടുമ്പോൾ മാഷ് പറയും, നീ ഏതായാലും അടുത്ത കാലത്തൊന്നും മരിക്കാനും പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വാക്ക് തരാനും പോകുന്നില്ല. എന്നാൽ മാഷ് ഇവിടെ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് മരിക്കാനായിരിക്കും എൻ്റെ വിധി എന്ന് പറയുമ്പോൾ മാഷ് പറയും, അങ്ങനെയാണ് നിൻ്റെ വിധി എങ്കിൽ അങ്ങനെ കരുതിക്കോളൂ. അങ്ങനെ മാഷ് അതൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് വിശ്വം വന്നിട്ട് വാതിലിന് മുട്ടുകയാണ് കേട്ടോ. എന്നിട്ട് വിശ്വം പറയുന്നുണ്ട്, അച്ഛാ കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചു വരുത്താണേ. അങ്ങനെ മാഷ് പുറത്തേക്ക് വരുമ്പം വിനായകൻ ചോദിക്കും, അച്ഛാ ഇനി എന്താ പരിപാടി? എന്ത് പരിപാടി? ചടങ്ങുകളൊന്നും വേണ്ട എന്ന് കമലാമ്മ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ നന്ദിനി പറയും, അത് ശരിയാ, ചടങ്ങുകളൊക്കെ നടത്തി വെറുതെ എന്തിനാ ക്യാഷ് കളയുന്നത് എന്ന് പറയുമ്പോൾ മാഷ് ഇങ്ങനെ നന്ദിനിയെ നോക്കുകയാണ് കേട്ടോ. അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ മാഷ് പറയും, നീ ഒന്നും ഉദ്ദേശിക്കേണ്ട നന്ദിനി, ഉദ്ദേശിച്ചിടത്തോളം മതി, ഇനി നിങ്ങളെല്ലാവരും തിരികെ പൊക്കോളൂ എന്ന് പറയുകയാണേ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അച്ഛൻ ഞങ്ങളുടെ കൂടെ വരണം, അമ്മ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അച്ഛനെ ഞങ്ങളുടെ കൂടെ താമസിപ്പിക്കണം എന്നുള്ളതൊക്കെ അമ്മ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ നന്ദിനിയും പറയുന്നുണ്ട്, അച്ഛന് അവരുടെ കൂടെ പോകുന്നത് തന്നെയാണ് എനിക്കും സന്തോഷം. അപ്പോൾ മാഷിങ്ങനെ നോക്കുമ്പോൾ പറയും, അല്ല അമ്മയുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ആരുടെ കൂടെയും വരുന്നില്ല, ഞാനിവിടെ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് പറയുമ്പോൾ വിശ്വം പറയുന്നുണ്ട്, എങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഞങ്ങളിവിടെ അച്ഛൻ്റെ കൂടെ താമസിക്കാം. അപ്പം നിൻ്റെ ബിസിനസ്സൊക്കെ എന്ന് ചോദിക്കുമ്പോൾ പറയും, ബിസിനസ്സിനേക്കാളും വലുതല്ലേ അച്ഛാ മനസ്സമാധാനം. അന്നേരം മാഷ് പറയുന്നുണ്ട്, ശരി എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തുനിന്ന് പോവാണ്. പിന്നെ കാണിക്കുന്നത് തരുണിനെയാണ് കേട്ടോ. തരുൺ ഇങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. രാധികയുടെ സാരിയൊക്കെ മടക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് തരുണിൻ്റെ അമ്മ കടന്നു വരികയാണ്. കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ കൊണ്ടുപോയി ബ്രസ്റ്റ് ഫീഡിങ്ങോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം പറയുന്നുണ്ട്, ഇവിടെ നമ്മുടെ റൂമിൽ ഉണ്ടായിരുന്നില്ലേ ഒരു കുട്ടി, ആ കുട്ടിയാണ്, അവരുടെ കുട്ടിയല്ലേ മരിച്ചത് എന്ന് തരുൺ ചോദിക്കുമ്പോൾ പറയുമ്പോൾ, അതെ, എന്നാലും അത് വേണ്ടായിരുന്നു അമ്മേ, അത് സാരമില്ല മോനെ, ഈ ഒരു പ്രായത്തിൽ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് അല്ലേ നല്ലത്, ഡോക്ടറാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. എന്നിട്ട് ആ അമ്മ പറയും, അവർക്ക് ആ കുഞ്ഞിനെ ആരുമില്ല മോനെ, അതിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. അപ്പോൾ അവരുടെ ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ പറയാതിരിക്കാൻ നല്ലത്. ഹസ്ബൻഡിനെ കുറിച്ചൊന്നും യാതൊരു വിവരവും ഇല്ല. പോരാത്തതിന് ഇഷ്ടം പോലെ ശത്രുക്കളോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ബന്ധുക്കൾ തന്നെ ശത്രുക്കളായാൽ പിന്നെ എന്താ ചെയ്യുക? ഞാനൊരു കാര്യം പറയട്ടെ മോനെ, നമുക്ക് ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? അമ്മ എന്താ ഈ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചയിലെ എല്ലാ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ ആ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണണേ.